ഈ വേൾഡ് കപ്പിൽ ഒരു കൂട്ടം ആൾക്കാരെല്ലാം റിട്ടയറോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് കപ്പാണിത്. ഫുട്ബോൾ ഫാൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിൻ്റെ പാട്ടാരെല്ലാം കണ്ടായിരുന്നു. പേട്രിയോട്ടിക് പാട്ട്, അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട് പോലൊരു പാട്ട്. ട്രംപ് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറാന്റെ ടീം ഇങ്ങോട്ട് വന്നോട്ടെ പക്ഷെ അവരുടെ സേഫ്റ്റി നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കളിയുടെ ടെൻഷന് പുറമെ ആരും വെടിവെച്ച് കൊല്ലുമെന്ന് കൂടെ ടെൻഷൻ അടിക്കുന്നത്. ഒഫീഷ്യലി വെൽക്കം ബാക്ക്, എപ്പിസോഡ് നമ്പർ 13 ആൻഡ് ലൈവ് നമ്പർ 4. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2026 അതിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, ഞങ്ങൾ അതെന്തുകൊണ്ടാണ് ഈ ഒരു വേൾഡ് കപ്പിൽ കാണാനുള്ള സംഭവങ്ങൾ. 2 ഞങ്ങൾ പറയാൻ പോകുന്നില്ല, ഞങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു വേൾഡ് കപ്പ് മേ ബി വൺ ഓഫ് ദി വേഴ്സ്റ്റ് വേൾഡ് കപ്പ് അല്ലെങ്കിൽ വേഴ്സ്റ്റ് കണ്ടക്ട് ആയേക്കുന്ന ആകാം ബിക്കോസ് ഓഫ് വാർ ആൻഡ് എല്ലാ സംഭവങ്ങളും. അപ്പോൾ അതാണ് ഈ ഒരു ടോപ്പിക്ക്. ഇത് ഷൈനോട് ടോപ്പിക് അല്ലേ? സോ ഷൈനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ വേൾഡ് കപ്പിൽ എന്തൊക്കെ ആൾക്കാർ ഇതിനെ നോക്കുന്നത്, എന്തൊക്കെയൊക്കെ സംഭവങ്ങൾ നടക്കാനുണ്ടോ? മെസ്സി റിട്ടയർ ചെയ്യും. ഈ വേൾഡ് കപ്പിൽ ഒരു കൂട്ടം ആൾക്കാരെല്ലാം റിട്ടയറും. ലൈക്ക് നമ്മുടെ ജനറേഷൻ കണ്ടു വളർന്നു കഴിഞ്ഞാൽ ആൾക്കാർ എല്ലാം പോകും. മെസ്സി, റൊണാൾഡോ, നെയ്മർ, അങ്ങനെ കുറേ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ കളിക്കുന്നില്ല. പക്ഷേ ഇത് കൺഫേംഡ് ആണോ? കൺഫേംഡ് അല്ല, ചിലപ്പോൾ ഏതാടാ റൊണാൾഡോ റിട്ടയർ ചെയ്യുന്നുള്ളത്. അത് കൺഫേം അല്ല, അത് പുള്ളി തീരുമാനിക്കണം, അത് പറയാൻ പറ്റത്തില്ല. പുള്ളി ചിലപ്പോൾ അടുത്ത വേൾഡ് കപ്പിലും ഉണ്ടാവും മിക്കവാറും. ഇല്ല, പുള്ളിയോട് പറഞ്ഞെന്ന് തോന്നുന്നു, പറഞ്ഞു പോയിരിക്കും. അവസാനത്തെ പുള്ളി. മെസ്സി ലാസ്റ്റ് വേൾഡ് കപ്പിലും പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതോ അല്ലയോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, പക്ഷെ പുള്ളി ഇടയ്ക്കൊന്ന് റിട്ടയർ ചെയ്തായിരുന്നു. റിട്ടയർ ചെയ്തായിരുന്നു. അത് പക്ഷെ പണ്ടല്ലേ, പണ്ടല്ല, അതിന് മുന്നത്തെ അല്ല, അത് പഴയ, അതായത് 2014 വേൾഡ് കപ്പിൽ. അപ്പൊ പുള്ളിക്ക് 10 വയസ്സ്, 29 വയസ്സ് എന്തോ ഉള്ളു. അറൗണ്ട് അത്രയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നപ്പോൾ ഇത് കുറേ പേര് റിട്ടയർ ആവുന്നുണ്ട്. അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് കപ്പാണിത്. ഫുട്ബോൾ ഫാൻസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് കപ്പാണ്. പിന്നെ നമ്മൾ കണ്ടു വളർന്ന നമ്മുടെ ഐഡൽസ് എല്ലാവരും പോവാണ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് കപ്പാണ്. പക്ഷേ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇത് ഭയങ്കര കുറച്ചും കൂടെ ലൈക്ക് ഇതായി പോവോ, ആസ്വദിക്കാൻ പറ്റാതെ പോവോ എന്നൊരു ഇതുണ്ട് എനിക്ക്. ഇതിൻ്റെ വേൾഡ് കപ്പിൻ്റെ പാട്ടാരെല്ലാം കേട്ടായിരുന്നു. നീ പറഞ്ഞ എനിക്ക് ഭൂലോക ദുരന്തം പാട്ട്. ഇത്രയും കാര്യം കേട്ട് വന്ന പാട്ടൊന്നുമല്ല. ഇതിനുമാതിരി പേട്രിയോട്ടിക് പാട്ട്, അമേരിക്കയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട് പോലൊരു പാട്ട് എഴുതി വെച്ചേക്കുക. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു USA ഫീൽ വരും. ഫുട്ബോളിനെ പറ്റി വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഫ്രീഡത്തെ പറ്റിയൊക്കെയാണ് പാട്ടിനകത്ത് പറയുന്നത്. എനിക്കറിയത്തില്ല എന്ത് സംഭവം. അവിടെ ഒന്നാമത്തെ തോൽവി. പിന്നെ അവിടെ ഐസ് ആയിരിക്കും സെക്യൂരിറ്റി US ഐസ്. അപ്പം പിന്നെ നമ്മൾ കളി കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് ജയിലിലിട്ടു, ഡിപ്പോയിലൊക്കെ പിടിച്ച്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ടിക്കറ്റൊക്കെ. ടിക്കറ്റിൻ്റെ വില ഞാൻ നോക്കി, ഖത്തറിലെ US ടിക്കറ്റ് നോക്കി. ഖത്തറിലെ ഏറ്റവും വില പറഞ്ഞ ടിക്കറ്റ് $206 ആയിരുന്നു, ഏറ്റവും വില പറഞ്ഞ. പൊടി കാനഡയിൽ ഞാൻ കണ്ട $2000 എന്തോ. കഴിഞ്ഞ വർഷത്തെ ഖത്തറിലെ വേൾഡ് കപ്പിൽ ഏറ്റവും വില പറഞ്ഞത് $206 ആയിരുന്നു. US ഏറ്റവും വില പറഞ്ഞത് $2030. ഏറ്റവും ചെറിയ കളി കാണണമെങ്കിൽ $2030 കൊടുക്കണം. അത് എനിക്കറിയത്തില്ല എത്ര പേര് ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് കാണാൻ. $2000 ഏറ്റവും ചീപ്പസ്റ്റ് ടിക്കറ്റാ. ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുറേ രാജ്യത്തിന്റെ 2 കളിയായിരിക്കും, അതിന് 2000. നല്ല നല്ല കളി കൊടുക്കണമെങ്കിൽ $7000-10,000. ജിബൈ ഓൾറെഡി ബുക്ക് ചെയ്തെന്ന് അറിയത്തില്ലോ. ജിബൈ ബുക്ക് ചെയ്താണ്. ജിബൈ ഇപ്പം എന്തായാലും ലോൺ എടുത്താണല്ലോ പോയി കാണാൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും വില കൂടിയ ഫൈനൽ എനിക്ക് തോന്നുന്നു ഫൈനലിൻ്റെ ടിക്കറ്റിൻ്റെ വിലയൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതെന്തായാലും $10,000 പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് US ഇപ്പം ഇവിടെ ആണെങ്കിൽ പോലും ടൊറോണ്ടോയിലാകുമ്പോൾ പോലും $1000, $1500, $2000 ടിക്കറ്റിൻ്റെ വില. എത്ര പേര് കാണാൻ പോകും? അത്ര ഫാൻസ് ആയിട്ടുള്ളവർ പോകും. പക്ഷേ ഇതൊക്കെ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടോ? അവര് പണ്ട് ടിക്കറ്റ് പ്രീ ബുക്ക് ഒക്കെ ചെയ്ത് ടിക്കറ്റ് റിലീസ് ആകാൻ തീയണല്ലോ, അപ്പോൾ നമ്മൾ അറിയുന്ന പ്രൈസ് എങ്ങനെയാണ്. ഇപ്പോഴൊന്നും ടിക്കറ്റ് റിലീസ് ആകാൻ തുടങ്ങിയിട്ട് എനിക്കൊന്ന് അത് ഓരോരോ മാച്ച് അനുസരിച്ച്. ഒരു പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ, പോർച്ചുഗൽ വേഴ്സസ് ഏതോ ഒരു ടീമിന്റെ ഒരു ടിക്കറ്റ് ഭയങ്കര സെയിലാണ്. അത് കുറെ നാൾ മുന്നേ തുടങ്ങി. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ കണ്ടേ. അത് കുറച്ച് നാൾ മുന്നേ തുടങ്ങിയിട്ട്. പക്ഷെ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ടിക്കറ്റ്. ഇതുപോലെ ടിക്കറ്റ് മേടിച്ചിട്ട് മറിച്ച് വിൽക്കുന്നവരുണ്ട്. അങ്ങനെ കുറെ സ്കാമേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ. അവന്മാരാണെങ്കിൽ 4 ഇരട്ടി വിലയ്ക്ക് വിൽക്കും. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. നീ എന്ത് വേൾഡ് കപ്പിനെ കുറിച്ച് പ്രഡിക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും, ശോകമായിരിക്കും തോന്നുന്നു. ടീമിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ടീം സ്ട്രോങ് ആയിട്ടുള്ള ടീം എനിക്ക് തോന്നുന്നു സ്പെയിൻ നല്ല സ്ട്രോങ് ആ. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ വേറൊരു സംഭവം വെച്ചാൽ ട്രംപ് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നോ, അവർ പറയുന്നത് ഇറാന്റെ ടീം ഇങ്ങോട്ട് വന്നോട്ടെ പക്ഷെ അവരുടെ സേഫ്റ്റി നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. പുള്ളി പറഞ്ഞാൽ നിങ്ങൾ വന്നോ പക്ഷെ വരാതിരിക്കുന്നതാണ് നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത്. അതും ശോകമാണ്. ഇറാൻ ഓൾറെഡി ക്വാളിഫൈ ആയി. അവരിനി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നറിയത്തില്ല. ഇവിടെ ഒരു വാർ ഇവിടെ വന്നിട്ട് അവരുടെ രാജ്യം ഇവരും തമ്മിൽ വാർ നടക്കുന്നത്. മെക്സിക്കോ കളിയുണ്ട്. മെക്സിക്കോയിലാണെങ്കിൽ ഇവിടെ ഭയങ്കര വലിയ സംഭവം നടന്നിട്ടിരിക്കുക. അവരുടെ ഒരു കാർട്ടർ ലീഡറിനെ കൊന്നു 10,000-40,000 പേര് അവിടെ മരിച്ചിട്ടിരിക്കുക. അവിടെ ഭയങ്കര സംഭവം നടന്നിട്ടിരിക്കുക. അവിടെയും കുറേ കളിയുണ്ട്. ഇവിടെ കാനഡ പിന്നെ വലിയ പറയാനും മാത്രം ഒന്നുമില്ല. രണ്ട് കളിയോ? ഒന്നുമല്ല.
3 കളിയോ? ഒന്നുമല്ല. ടൊറോണോയിലുണ്ട്, മോൺട്രിയാൽ, വാൻകൂവർ, എല്ലായിടത്തും ഇറാന്റെ ആദ്യത്തെ 3 കളി അവിടെ തന്നെ അല്ലേ? യു എസ് തന്നെ അല്ലേ? ആയിരിക്കും. എല്ലാ കളി അവിടെ ആയിരിക്കും. നമുക്ക് എന്താ തോന്നുന്നത്? പിന്നെ വേറെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് കുറെ ഫീസ് എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ എന്തോ US-ആയിട്ട് എന്തോ ട്രേഡിന്റെ ഇതില്ലാത്ത കുറെ രാജ്യങ്ങൾക്ക് കുറെ എക്സ്ട്രാ ടാക്സ് കൊടുക്കണം, പൈസ. അങ്ങനെ കുറെ ഇതുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ വേൾഡ് കാനഡയിൽ 2 വെന്യൂ ഉള്ളൂ എന്ന് പറഞ്ഞു. ടൊറന്റോ രണ്ടാമത് ഞാൻ വെന്യൂ പക്ഷെ 13 മാച്ച് ഉണ്ട്. വെന്യൂ 2 ഉള്ളു. 13 മാച്ച് ഉണ്ട്. കളികൾ കുറെ ഉണ്ട് 2 വെന്യൂ. ഇവിടെ ടൊറോണോയിലെ സ്കോഷ്യ ബാങ്കറിന് എന്തോന്നു ചെറിയ സ്റ്റേഡിയം. ഇറാനിലെ കളിക്കാരായി ചോദിച്ചു നോക്കാം. അവര് അവര് ജീവിതകാലം മൊത്തം പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ വന്ന് കളിയുടെ ടെൻഷന് പുറമെ ആരും പിടി വെച്ച് കൊല്ലുമെന്ന് കൂടെ ടെൻഷൻ അടിക്കേണ്ടി വരും. ഈ വേൾഡ് കപ്പ് ലാർജസ്റ്റ് അവർ വേൾഡ് കപ്പാണ്. 104 മാച്ച് ഉണ്ട്, 48 ടീമുണ്ട്. ഫസ്റ്റ് വേൾഡ് കപ്പ് ഹോസ്റ്റഡ് ബൈ 3 കൺട്രികൾ. ആൻഡ് ഓക്കെ, അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, വ്യൂവർഷിപ്പിന്റെ കാര്യം എനിക്കതിൽ വ്യൂവർഷിപ്പ് കൂടുക. കാരണം കഴിഞ്ഞ വർഷം 5 ബില്യൺ എന്നുണ്ടായിരുന്നു വ്യൂവർഷിപ്പ്. ഇത്തവണ എത്ര അറിയില്ല. ബാക്കി നിങ്ങളൊക്കെ പറ, എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ അഗൈൻ അത് എന്തെങ്കിലും വേൾഡ് കപ്പ് സമയത്ത് നടന്നിട്ടുണ്ടെങ്കിൽ US അതിനും വലിയ ബാഡ് ലുക്ക് വേറെ ഉണ്ടാകത്തില്ല ലോകത്തിന് ഫ്രണ്ടിൽ. അപ്പോൾ അതൊന്ന്. പിന്നെ അഗൈൻ US കുറേ ട്രംപ് ആണെങ്കിലും സ്വയം കുറേ പറഞ്ഞിട്ടുള്ള ഞാൻ വേൾഡ് കപ്പ് കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് ചെയ്തൊരു വേൾഡ് കപ്പാണ്. അപ്പോൾ അത് നന്നായിട്ട് നടത്തുക എന്നുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. 2 മാസം ബാക്കിയുണ്ട്. ഇന്ന് ഏപ്രിൽ 3 വാറിൻ്റെ വലിയ കൺക്ലൂഷൻ ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബാഡ് ലുക്ക് ആവാൻ നല്ല സാധ്യതയുണ്ട് യുഎസിനാണെങ്കിൽ. അപ്പോൾ അവരതിന് എന്തെങ്കിലും അത്രയും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ US ഭയങ്കര കുറേ വർഷങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റിയൊരു ബാഡ് ലുക്ക് ആയിരിക്കും. പക്ഷെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ കാണാൻ പോകുന്നൊരു സംഭവമായിരിക്കും. അപ്പോൾ അതിൽ അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അവർ ഹോപ്പ്ഫുള്ളി അത് നല്ല വൃത്തിയായിട്ട് നടത്തട്ടെ. അഗൈൻ അത് എങ്ങനെ വരും എന്നുള്ളത് അഗൈൻ അത് കുറച്ച് എത്ര സ്റ്റേഡിയംസാണ് അവർ US-ലുള്ളത്? ഓൾമോസ്റ്റ് 11 കളിയെല്ലാം അവിടെ US-ലാണ്. 11 വെന്യൂസ് ഉണ്ട് അവിടെ. റൈറ്റ്, 11 വെന്യൂ ഉണ്ട്. ലോകത്തുള്ള സൂപ്പർ സ്റ്റാറുകൾ, ഇന്റർനാഷണൽ സ്റ്റാറുകൾ, ആക്ടേഴ്സ് എല്ലാവരും ആ സമയത്ത് ആ ഒരു കൺട്രിയിലുണ്ടാവും. അപ്പോൾ വൃത്തിയായിട്ട് നടത്തിയില്ലെങ്കിൽ ഭയങ്കര 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 ബാഡ് ലുക്ക് ആയിരിക്കും അവർക്ക്. എനിക്ക് കുറച്ച് ചോദിക്കട്ടെ, എനിക്ക് കുറച്ച് ക്ലാരിറ്റി വരുത്താനുണ്ട്. അത് ഈ ഫിഫയുടെ സംഭവങ്ങളൊക്കെ ഇത് ചെയ്യുന്നതായിരുന്നു, അതായത് ഫണ്ടിങ്ങും അല്ലെങ്കിൽ അതൊരു ഓർഗനൈസേഷനാണ്. അതോറിറ്റി, ഐ മീൻ ഫണ്ട് ഇന്ന കൺട്രി ഒന്നുമില്ല. അതൊരു ഓർഗനൈസേഷനാണ്. FIFA എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ പോലെയാ. പക്ഷെ അതിന്റെ എനിക്ക് ഫ്രാൻസിലാ അതിന്റെ ഇത്. ഓക്കെ, അതെ ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ റഷ്യ യുക്രൈൻ വാറുണ്ടായ സമയത്ത് ഈ എല്ലാ ഒട്ടുമിക്ക കൺട്രികളും റഷ്യയോടെ കളിക്കാൻ പറ്റില്ല. റഷ്യ ബാൻ ചെയ്തു. റഷ്യ ഇൻവേഡ് ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാകത്തില്ല, റഷ്യ ബാൻ ചെയ്തു, ഇസ്രായേലിനെ ഇതുവരെ ബാൻ ചെയ്തിട്ടില്ല. ഇസ്രായേലിനെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ കളിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാകത്ത്. വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഞാൻ നോക്കിയപ്പോ ഇന്നിപ്പോ ഇവിടെയും ബോംബിട്ട് കളിച്ചോണ്ട്. പക്ഷേ ഈ US-നെ ആണെങ്കിലും ഇസ്രായേലിനെ ആരും ബാൻ ചെയ്യുന്നു, ആരും ഒന്നും പറയില്ല. മറ്റേതാണെങ്കിൽ UEFA മൊത്തം പറഞ്ഞു, വെസ്റ്റ് യൂറോപ്യൻ കൺട്രി മൊത്തം പറഞ്ഞു റഷ്യയോടെ കളിക്കാൻ പറ്റില്ല എന്ന്. റഷ്യ ബാൻ ചെയ്ത് വിട്ടു. പക്ഷെ ഇത്തവണ വന്നപ്പോഴത്തേക്കും ഇത് സെയിം സംഭവം തന്നെ. അതിന് മുന്നേ നമ്മൾ പറയാം, ഇപ്പം ഈ റഷ്യൻ യുക്രൈൻ സാധനത്തിന് റഷ്യൻ ഇൻവേഷൻ എന്നാ പറയുന്നത്. US-ന്റെ ഒന്നിനെ ആരും ഇതൊരു ഇൻവേഷൻ എന്ന് പറഞ്ഞില്ല, എല്ലാരും രക്ഷപ്പെടുത്താൻ പോവാന്നാണ് പറയുന്നത്. എക്സ്കർഷൻ എന്ന് പറയുന്നത് മിലിറ്ററി ഒരു ചെറിയ ഇത്. വാക്കിന് വ്യത്യാസമുണ്ട്. വാക്കിന് വ്യത്യാസം വന്നപ്പോൾ തന്നെ ഫുൾ കോൺസെപ്റ്റ് മാറിയല്ലോ. കോൺസെപ്റ്റ് മാറിയത് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷിക്കാൻ പോകുന്ന ഇമേജ്, മറ്റേത് നശിപ്പിക്കാൻ പോകുന്ന ഒരു സാധനം. അങ്ങനെ ഒരു ഇമേജ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്കെല്ലാം അറിയുന്നില്ല. സംഗീതം എന്താ തോന്നുന്നത്? യുഎസിനെ നീ ബുക്ക് ചെയ്ത് ഓൾറെഡി? ഞാൻ ബുക്കൊന്നും ചെയ്തില്ല. ഞാനങ്ങനെ അധികം കാണാറൊന്നുമില്ല. പക്ഷേ ഈ തവണ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ $1,500 ഇച്ചിരി കൂടുതലാണ്. 1500 ഓക്കെ, 1500 സ്റ്റിൽ ഓക്കെ. ഒരു സെമി ഫൈനലൊക്കെ ആണെങ്കിൽ 1500 ബ്ലാക്കിന് ബുക്ക് ചെയ്യേണ്ടി വരും. പുറത്തിരുന്നിട്ട് ഫോണിൽ കണ്ടോളാം. അല്ല, ടൊറന്റോയിലായോണ്ട് എല്ലാം മേളിലും എല്ലാം വലിയ ബിൽഡിങ്ങിന്റെ മേളിൽ ഇരുന്ന് എല്ലാം കാണാൻ പറ്റുമെന്ന് നോക്കണമല്ലോ. അന്ന് CNW ടിക്കറ്റ് എടുത്താൽ മതി. എനിക്ക് സ്റ്റേഡിയത്തിനുള്ളിൽ CNW കാണാൻ പറ്റത്തില്ല. ഇത് ഫുൾ മണ്ടേ കവർ ചെയ്ത സ്റ്റേഡിയം ആണോ? അപ്പോൾ ബിൽഡിങ്ങിന്റെ മണ്ട ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഒരു വാറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. എന്താണ്, നമുക്കിപ്പോൾ ലൈഫിൽ വാറൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ ടെൻഷൻ ഉള്ളതുകൊണ്ട് ലൈഫിൽ സത്യം പറഞ്ഞാൽ അധികം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പൈസ ഉള്ളവരാണ് ഇത് എൻജോയ് ചെയ്യത്തുള്ളൂ, ഇതൊക്കെ കാണാൻ പോകത്തുള്ളൂ. പൈസ ഉള്ളവർക്കാണ് ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും കാലം എല്ലാവർക്കും ഫാൻസി വണ്ടികളായിരുന്നു ഇത്രയും കാലം. പണ്ടൊക്കെ $200-300 ആണെങ്കിൽ നമുക്ക് കളി കാണായിരുന്നു സുഖമായിട്ട്. അതും പറ്റത്തില്ല. അതുകൂടാതെ ഇപ്പോൾ പൈസ ഉള്ളവർക്ക് പോകണമെങ്കിലും
എല്ലാവർക്കും വാറിന്റെ ടെൻഷൻ ഉണ്ട്. പൈസ ഉള്ളവർക്ക് എല്ലാവർക്കും വാറിന്റെ ടെൻഷൻ ഉണ്ട്. പിന്നെ US-ന്റെ ഒരു പുതിയ വെച്ചെന്ന് പറഞ്ഞാൽ US ചില രാജ്യത്തെ ആൾക്കാരൊക്കെ വിസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത കുറേ രാജ്യങ്ങൾക്ക്. അപ്പോൾ എന്തിനാ അവരുടെ ആൾക്കാരോട് വന്ന് കളിക്കുമ്പോൾ ഫാൻസിന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അത് ഇത്രയും കാലം ലോകം മൊത്തം വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്, എല്ലായിടത്തും എല്ലാവരും പോയിട്ടുണ്ട്, ഇതൊരു പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല അവരുടെ ഫാൻസ് കാരണം. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഐസ് ഉണ്ടാവും സെക്യൂരിറ്റിക്ക്. പിന്നെ എനിക്ക് ടൊറോണ്ടോയുടെ മേയർ പറഞ്ഞു ഐസിനെ ഇങ്ങോട്ട് കേട്ടത്തില്ല, അവരെ ഇങ്ങോട്ട് ഇടണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് കേട്ടത്തില്ല. അവർ പറയുന്നത് ഞങ്ങളിവിടെ വേണം സെക്യൂരിറ്റിക്ക് വേണ്ടി. അവർ മറ്റേ ഒളിമ്പിക്സിനും പോയായിരുന്നു ഐസിന്. അപ്പോൾ പക്ഷേ യൂറോപ്പ് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, നിങ്ങളുടെ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അവർക്കാണെങ്കിൽ ഓടി വിടുന്ന എല്ലാവർക്കും സെക്യൂരിറ്റി കൊടുക്കണം. എന്ത് ഒരാരെ സെക്യൂരിറ്റി കൂടി അതിന്റെ ആർഗ്യുമെന്റ് എനിക്കൊന്ന് അവരുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേൾഡ് കപ്പ് ഓസ്ട്രിയ US ആണ് ഒഫീഷ്യൽ. അപ്പോൾ അവർ എന്തെങ്കിലും നടന്ന അത് ബാഡ് ലുക്കാണ് അഡ്മിനിസ്ട്രേഷന്, കൺട്രിക്ക്, എല്ലാ സംഭവങ്ങളും. അപ്പോൾ അതാണ് അവരുടെ ഒരു ആർഗ്യുമെന്റ് അതിന്റെ. അപ്പോൾ അവരുടെ സൈഡും അങ്ങനെയാണ്. ബട്ട് ദെൻ അഗെയിൻ അവർക്ക് കുറേ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ സെക്യൂരിറ്റി സംഭവമാണെങ്കിലും അവരുടെ ആർഗ്യുമെന്റ് മിക്കവാറും ഇതായിരിക്കും. ഇപ്പോൾ ലെറ്റ്സ് ചൈനയ്ക്ക് ഇപ്പോൾ ലെറ്റ്സ് ഒരു ആളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇനി എന്തെങ്കിലും അങ്ങനെ സംഭവം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പേരിൽ കൊണ്ടുവരാമല്ലോ, ഇതിൻ്റെ ഒരു ഫസാഡിൽ ഒരു ഇങ്ങനെ ഒരു സംഭവത്തിനെ കടത്തണമെങ്കിൽ കടത്താലോ എന്നുള്ള ആർഗ്യുമെൻ്റ് ആയിരിക്കും പ്രോബബ്ലി. അപ്പോൾ അവർക്ക് ചില കൺട്രികൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ കാനഡയൊക്കെ ഒന്നും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാനഡയൊക്കെ ചുമ്മാ ചിലപ്പോൾ കയറ്റിടുമായിരിക്കും. പക്ഷേ അണ്ടർവെള്ളസ് ഇവിടെ വന്നിട്ട് ഹെഡ് സ്പീച്ച് പറയായിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഏറ്റവും വലിയ. ഇറാൻ കളിക്കത്തില്ല എന്ന് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. UFC നടക്കുന്ന മാച്ചൊന്നും ഇറാനിൽ നിന്ന് അവര് സ്റ്റേറ്റ്മെന്റ് അതവര് കളിക്കത്തില്ല എന്ന് പറഞ്ഞു. അവര് ആകെ എനിക്ക് തോന്നുന്നു കാനഡയിൽ നടക്കുന്ന മാച്ചസും പിന്നെ മറ്റേതും കളിക്കുമെന്ന് എനിക്ക്. അങ്ങനെ കളിക്കാൻ പറ്റത്തില്ലല്ലോ. അതാ ഞാനും പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവര് കളിക്കൂന്ന്. കാരണം ഇത്രയും വലിയ വാറ കിടക്കുമ്പോ ഒരു അമേരിക്ക വന്ന് കളിച്ചു എന്ന് പറഞ്ഞാൽ അതിലും വലിയ മണ്ടത്തരം. പ്ലസ് ഇന്ത്യയിലിട്ട് അവരുടെ ഷിപ്പ് പൊട്ടിച്ചതാ. അപ്പൊ പിന്നെ ഇവിടെ വന്ന് സൂയിസൈഡൽ മൂവ്മെന്റ് അത്. പക്ഷെ എന്തെന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഈ $2000 ടിക്കറ്റ് ഒക്കെ ആണല്ലോ, എല്ലാം സോൾഡ് ഔട്ട് ആണ്. പകുതിയും ടിക്കറ്റ് ഒന്നും മേടിക്കാൻ പോലും കിട്ടുന്നില്ല എല്ലാം. പിന്നെ ഇത് ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ എന്തിനാ മേടിക്കുന്നു ടി വി ഉള്ളപ്പോ. ഇല്ല, അത് നമ്മളെല്ലാ കളിയൊന്നും കാണാൻ പോകുന്നില്ല. ഞാൻ അതെന്ത് എന്നിട്ട് ഇവിടെ പോയിരുന്നു കാണാൻ. ഇവിടെ നമ്മളിവിടെ ടൊറോണ്ടോ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കിടക്കത്തേ ഉള്ളൂ അന്നത്തെ ദിവസം. 2 ദിവസം കഴിഞ്ഞ് ഇവിടെ വരാൻ പറ്റുള്ളൂ വീട്ടിലോട്ട്. അത് വേറെ സംഭവം. ടൊറോണ്ടോയിൽ എങ്ങനെ കളി നടക്കുന്ന ട്രാഫിക് രാത്രിയിൽ USA ആണെങ്കിൽ വാറാന്നൊക്കെ പറയാം. ഇവിടെ കൺസ്ട്രക്ഷൻ അത് ഇതും കാരണം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതും ഇത്ര ആൾക്കാരും കൂടെ ഇവിടെ ആ സ്റ്റേഡിയത്തിലൊക്കെ എനിക്ക് തോന്നുന്നു കപ്പാസിറ്റി തന്നെ ഭയങ്കര കുറവാണ്. മിക്കവാറും പുറത്തൊക്കെ നിന്ന് കളി കാണേണ്ടി ഇല്ല, നടുക്ക് സ്റ്റെപ്പിലേക്ക് ഇരുന്ന് കാണേണ്ടി വരും എനിക്ക് തോന്നുന്നു. ഒന്നും വേണ്ട, ഇവിടെ ഈ ന്യൂ ഇയർ ക്രിസ്മസിന്റെ സമയത്തൊക്കെ അറിയാം എങ്ങനെ അവിടെ പോയാൽ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അതിന് ഡബിൾ ആയിരിക്കും, അത് കൂടുതൽ അതിന്റെ ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും ഇവിടെ കളിയുള്ള ദിവസം. സോ അപ്പോൾ എനിക്കൊന്ന് 1 വർഷത്തിനടുത്തായിട്ട് ഞാൻ ടൊറോണ്ടോ പോയിട്ടില്ല. എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ അവിടുത്തെ ട്രാഫിക് കറക്റ്റായി കാണും. ഞാനും പോയിട്ടില്ല. പക്ഷേ വേൾഡ് കപ്പ് വരുവാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പണി നടത്തണമെങ്കിൽ നല്ല കാര്യം. ഇല്ലെങ്കിൽ അവിടെ പെട്ട് കിടക്കുന്ന ആൾക്കാർ വണ്ടികളുടെ മുകളിൽ കൂടെ നടന്ന് ഇങ്ങോട്ട് തിരിച്ചെത്താം. ഒരു കുഴപ്പമില്ല, സ്മൂത്ത് ആണ്. അതിനുശേഷം തീർന്നു കളിയാ സമയത്തല്ലോ. സോ ഗൈസ്, അത് വെച്ചപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് റാപ്പപ്പ് ചെയ്യുവാണ്. ഇത് എപ്പിസോഡ് നമ്പർ 13 റാപ്പപ്പ് ചെയ്യാണ് ഒഫീഷ്യലി. അപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി.